ഹലോ. നമുക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കണ്ടേ? നോക്കണം. ഞാനങ്ങോട്ട് വന്നാലോ? ഭായോ. പ്രവീൺ റോസ് എസ്തർ അതല്ലേ പേര്? അല്ല, തിരിച്ചിട്ട് പേര് റോസ് പ്രവീൺ എസ്തർ. അല്ല, അതുമല്ലേ? എസ്റ്റർ ഫ്രണ്ടില്. എസ്തർ ഫ്രണ്ടില് പറഞ്ഞോ. എസ്റ്റർ റോസ് പ്രവീൺ. അതെ, ആ പേര് തന്നെ. ആ പേരുള്ള കുട്ടി ആരാണ്? എസ്റ്റർ. ഇതാണല്ലേ? ആണ്. എസ്തറിനെ സംബന്ധിച്ചിടത്തോളം എസ്തറിന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് കട്ട് ത്രൂ ആയിട്ട് അവിടെ വരും. ആർക്കും തടുക്കാനാവാത്ത ഒരു സംഭവം. നമ്മളെങ്ങനെ മുറിച്ചിട്ട് പോകും. ഒരു ബോംബൊക്കെ വീണ പോലെ ഉണ്ട്. കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജ്. അപ്പൊ അങ്ങനെ പണ്ട് നമ്മള് സുശീലാമ്മയുടെ വോയിസ് ഒക്കെ കേൾക്കൂലേ, അതിലുള്ള എന്തോ ഒരു ക്യാരക്ടറിസ്റ്റിക് ഒരു സംഭവം എസ്തർ കുട്ടിയുടെ ശബ്ദത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് പ്രോഗ്രസ് കാർഡ് നോക്കണ്ടേ? 35 സോങ്സ്, 700. എന്റെ അമ്മോ, ഇതെങ്ങനെ ഓരോ 5 പാട്ടിലും ഞാനൊരു 100 അടിക്കും. ഞാൻ അങ്ങനെ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? പിന്നെ 3 സ്റ്റാർ ആണെന്ന്. 1 സ്റ്റാർ ഇല്ല, 2 സ്റ്റാർ ഇല്ല, 4 സ്റ്റാർ ഇല്ല, 5 സ്റ്റാർ. ഇനിയിപ്പോ അതാണൊന്ന് ഫിൽ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ 100s കൂടട്ടെ, അതിന്റെ ഫ്രീക്വൻസി കൂടട്ടെ, അതുപോലെ സ്റ്റാർസ് പോരട്ടെ. ആ വേക്കന്റ് ആയിരിക്കുന്ന സ്പോട്ട്സ് അത്ര രസമില്ല. നമുക്കൊന്ന് ഫിൽ ചെയ്യണ്ടേ? നിറയെ ഫിൽ ചെയ്യണം. അപ്പൊ എന്തിനെ പിടിക്കണം? നക്ഷത്രങ്ങളെ പിടിക്കണം. നക്ഷത്രങ്ങളുടെ രാജകുമാരിയാണ്. അതെ, പിടിക്കുമ്പോ 5 സ്റ്റാറിനെ നോക്കി പിടിക്കണം. എന്റെ മോളെ കണ്ടില്ലേ? സ്റ്റാർ ആണ്, വലിയ സ്റ്റാർ. തിളക്കം കണ്ടില്ലേടാ? അതാ. അപ്പൊ നമുക്ക് പാട്ട് ഏതാണെന്ന് നോക്കണ്ടേ? അതെ. മധുസാറ്. എന്തുകൊണ്ട്? എന്താന്ന് വെച്ചാ കൊറേ ദിവസമായില്ല മധുസാർ വന്നിട്ട്, അപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാരും എല്ലാ ദിവസം കാണുന്നില്ലേ, പക്ഷെ മധുസാർ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ മധുസാറെ മിസ് ചെയ്യുന്നുണ്ട്. യെസ്. നീ അറിഞ്ഞോ? ഞാൻ പെട്ടു. മധുസാർ പണി തന്നു കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എസ്തർ കുട്ടി ഭയങ്കര സത്യമേ പറയാവൂ, കാര്യം ഒരു കള്ളത്തരമാണെങ്കിലും സത്യമേ പറയാവൂ. അതായത് എസ്തർ കുട്ടി അച്ഛയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ റീസെന്റ് ആയിട്ട് പറഞ്ഞ ഒരു കള്ളം നമ്മളോട് ഷെയർ ചെയ്യണം. റീസെന്റ് ആയിട്ട് പറഞ്ഞത് വേണമെന്നില്ല, ഏറ്റവും വലിയൊരു കള്ളം. ഏറ്റവും വലിയ കള്ളം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സീക്രറ്റ്സും കള്ളങ്ങളൊന്നും ഒളിപ്പിച്ചേക്കല്ല. എന്താ വെച്ചാൽ എനിക്ക് കള്ളം പറയാൻ അറിയൂല. പെട്ടെന്ന് അപ്പൊ പിന്നെ ആകെ ഒരു കള്ളാണ് പറഞ്ഞിട്ടോളൂ. എന്നുവെച്ചാ കഴിഞ്ഞ ബ്രേക്ക് ഞാൻ സ്കൂളിൽ പോയിണ്ടായി. അത് അമ്മയ്ക്ക് അറിയോ എന്താന്ന്? ഇപ്പൊ അറിയോ? അതെനിക്കറിയൂല, അറിയൂലായിരിക്കും. കേട്ടോ ചേച്ചി? കഴിഞ്ഞ ബ്രേക്കിന് സ്കൂളിൽ പോയിണ്ടായി. സ്കൂളിൽ പോയപ്പോ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കുറെ ദിവസം വന്നിട്ട് നമുക്ക് പുറത്തൊക്കെ പോവാന്ന്. ആണോ? അപ്പൊ ഞങ്ങള് പുറത്തു പോവാന്ന് വിചാരിച്ചു. ഞങ്ങള് സിനിമ ഒക്കെ കണ്ട്. ഒറ്റയ്ക്കല്ല, എന്ന് വെച്ചാൽ ഒരു പാരന്റും ഉണ്ടായി. സിനിമ ഒക്കെ കണ്ട് പാർക്കിലൊക്കെ പോയി വരാന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു പാരന്റ് അമ്മേനെ വിളിച്ചിങ്ങനെ പറഞ്ഞു. ഞങ്ങള് സിനിമ ഒക്കെ കണ്ട് ഇതിനൊക്കെ പോയി. പിന്നെ പാട്ട് പാടുന്നതാണല്ലോ, അപ്പൊ അങ്ങനെ വലിയ ഭീകര കാര്യം ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സും എന്ത് ചെയ്തുന്ന് വെച്ചാ പാർക്കിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് സ്നോ സ്റ്റോമിലും ഐസ്ക്രീമും കഴിക്കാൻ പോയി. ഓ ആണോ? അത് കഴിഞ്ഞ് വന്നിട്ടുള്ള മാർക്ക് എത്ര ഉണ്ടായിരുന്നു? അതെനിക്ക് ഓർമ്മയില്ല. അന്നും കുഴപ്പം പറ്റിയോ? എന്നിട്ട് അതെനിക്ക് ഓർമ്മയില്ല. ജലദോഷം, പനി അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഒന്നും വന്നില്ല. ഓക്കെ. ഇപ്പോഴാണോ ചേച്ചി ഇത് അറിയുന്നത്? അത് ഇത് അറിയായിരുന്നോ? അല്ല, ഇവര് മറ്റു കുട്ടികളൊക്കെ സ്റ്റാറ്റസ് ഇടുവല്ലോ, നമ്മളല്ലേ അറിഞ്ഞായിരുന്നു. എല്ലാത്തിലും ഇങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ചോദിച്ചൊന്നുമില്ല, പക്ഷെ അറിയായിരുന്നു. ശരിക്കും നമുക്ക് നോക്കാം. ഹരി ചേച്ചി.
ആര്യ ചേച്ചി. യെസ്. ഓ ആര്യ ചേച്ചിക്കാണ് കേട്ടോ ഫാൻ ബേസ് കൂടുതല്. എന്ത് ചെയ്യാനാ അതെ. പിന്നെ? എന്തുകൊണ്ട് ആര്യ ചേച്ചി സെലക്ട് ചെയ്യാൻ കാരണം? ആര്യ ചേച്ചിയുടെ പെർഫോമൻസ് സ്റ്റേജിൽ ഇൻസ്റ്റ ഒക്കെ നോക്കുമ്പോ ലൈവ് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ് എനിക്ക് പിന്നെ ആളുടെ ഉണ്ടകണ്ണ്. പെർഫോമൻസ്. അല്ലേ? അത് main. റീസൺ അല്ലേ? എനിക്ക് അതാണ് ഒരു സംശയം. 4 ഫോട്ടോയിൽ നോക്കുമ്പോ എന്റെ കണ്ണിങ്ങനെ നിൽക്കും. അപ്പം പെട്ടെന്ന് അതങ്ങ് select അതല്ല ചെയ്യാൻ അതല്ല തോന്നുന്നു സ്നേഹം കൊണ്ടാ. ഇപ്പൊ പുറത്തേക്ക് വരുന്നു. അതെ. നമുക്ക് നോക്കാം ആര്യ ചേച്ചി എന്താ തരുന്നെന്ന്. അടിപൊളി ഹിറ്റ്സ്. അത് ഓക്കെയാണോ? പഠിച്ചിട്ടുണ്ടോ? ആ. നമുക്ക് പൊളിച്ചെടുക്കണ്ടേ? യെസ്. ഏതാണ് പാട്ട്? തെമ്മാടിക്കാറ്റ്. തെമ്മ തെമ്മ തെമ്മാടിക്കാറ്റ്. ജാസി ഗിഫ്റ്റ് അല്ലേ? ജാസി ഗിഫ്റ്റ് ആ. ജോത്സ്ന ചേച്ചിന്റെയും. യാ, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഉം. യാ, കലക്കണേ. ഓക്കെ അതെ. കേൾക്കാം. എസ്സക്കുട്ടി പെർഫോം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ എസ്തർ കുട്ടിക്ക് വോട്ട് ചെയ്യണേ.
താങ്ക് യു. ഇന്ന് എസ്തർ റോസ് പ്രവീണിന് നമുക്ക് കൊടുക്കുന്ന മാർക്ക് യെസ് 97.5 out of 100. താങ്ക് യു സർ. ഓക്കെ എസ്തർ കുട്ട, ഓൾ ദി ബെസ്റ്റ്, ബൈ. ബൈ. Bye. All the best, Esther baby. താങ്ക് യു. Take rest. Good night.